ഓക്കെ, നമുക്കൊപ്പം ടി വി പ്രസാദ് തുടരുന്നുണ്ട്. ടി വി പ്രസാദ്, ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ് എൻ വാസുവിനെ. എൻ വാസു ഈ ചോദ്യം ചെയ്യലുമായി പൂർണ്ണമായും സഹകരിച്ചില്ല എന്നതാണ് നമ്മളിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. എന്തായാലും എൻ വാസുവിന് താൻ ചെയ്ത കാര്യങ്ങളുടെ രേഖകളടക്കം മുന്നിൽ വരുമ്പോൾ ഇതിൽ നിന്ന് അത്ര പെട്ടെന്ന് ഊരിപ്പോരാൻ കഴിയുമോ? ഇത് തെളിവുകളാണ് സംസാരിക്കുന്നത്, രേഖകളായിട്ട് സുജിയ. ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എൻ വാസുവിനെ എത്ര രക്ഷിക്കാൻ നോക്കിയാലും അത് നടക്കില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. കാരണം ഇത്ര നാളും പ്രത്യേക അന്വേഷണ സംഘം എൻ വാസുവിനെ പിടിക്കാൻ അറച്ചു നിന്നിരുന്നു. കാരണം എൻ വാസുവാണ് ഇതെല്ലാം ചെയ്തതെന്ന് തുടക്കം മുതൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയാമായിരുന്നു. എന്നിട്ടും പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചും ഉദ്യോഗസ്ഥന്മാരെ കേന്ദ്രീകരിച്ചും മാത്രമാണ് വട്ടം കറങ്ങി കളിച്ചതെങ്കിൽ ഇതിപ്പോൾ ഹൈക്കോടതിയുടെ അതിരൂക്ഷമായ വിമർശനത്തിലേക്ക് വരും എന്നുള്ള ഘട്ടത്തിൽ തന്നെയാണ് എൻ വാസുവിന്റെ അറസ്റ്റിലേക്ക് നീങ്ങേണ്ടി വന്നത്. എൻ വാസുവിന്റെ അറസ്റ്റ് അത് ഉറപ്പായും സംഭവിക്കേണ്ടതാണ് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം 2019 ഫെബ്രുവരി മാസമാണ് സ്വർണത്തെ ചെമ്പാക്കി എഴുതിയത്. ആ ഉദ്യോഗസ്ഥന് എല്ലാം അറിയാമെന്നുള്ളതാണ്. 998-ലും 999-ലും 30 കിലോയിലേറെ സ്വർണം ഉപയോഗിച്ച് അവിടെ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്ന വിവരം അറിയാത്ത ആളല്ല എൻ വാസു എന്നയാൾ. അതേ എൻ വാസു തന്നെയാണ് ദേവസ്വം കമ്മീഷണറായിരിക്കെ സ്വർണം പൊതിഞ്ഞത് ചെമ്പാക്കി മാറ്റി ഉത്തരവിറക്കുന്നത്. ആ ഉത്തരവിറക്കിയതിന് ശേഷം ബോർഡിന്റെ തീരുമാനത്തിലേക്ക് വരുമ്പോൾ അയ്യോ ഞാനൊന്നും ആയിരുന്നില്ല എന്നാണ് പിന്നീട് എൻ വാസു വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു കരഞ്ഞത്. നമ്മളെല്ലാവരും അത് കണ്ടു. പക്ഷെ അപ്പോഴേക്കും സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു സുജിയ. 2019 ഫെബ്രുവരി മുതൽ 2018 ഫെബ്രുവരി മുതൽ 2019 മാർച്ച് 14 വരെയുള്ള ദേവസ്വം കമ്മീഷണർ എന്ന ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റാൻ, സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കാൻ CPIM-ന്റെ സഹയാത്രികൻ കൂടിയായ എൻ വാസു ആ ശ്രമം നടത്തിയത് എന്നുള്ളതാണ് തെളിവുകൾ സഹിതം പുറത്തേക്ക് വന്നത്. തീർന്നില്ല. അതിനുശേഷം 2019 നവംബർ 15 മുതൽ 2 വർഷക്കാലം അവിടുത്തെ ഭരണസമിതിയെയും കൈകളിലേൽപ്പിച്ചത് ഒരുപക്ഷെ ഈ കൊള്ള തുടരാൻ വേണ്ടിയാണോ എന്ന സംശയം പോലും ജനിപ്പിക്കുന്നുണ്ട് ഈ കേസിൽ എന്നുള്ളതാണ് സുജിയ. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് ദേവസ്വത്തിലെ ഒരു ഉദ്യോഗസ്ഥനായ ഒരാളെ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയുടെ പ്രസിഡന്റ് ആക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, നേരത്തെ PK ഗുരുദാസന്റെ സ്റ്റാഫിലുണ്ടായിരുന്നു. അങ്ങനെ CPIM-ന്റെ സന്തത സഹചാരിയായിരുന്ന എൻ വാസുവിന് അവിടെ എന്തും ചെയ്യാനുള്ള ധൈര്യമുണ്ടായിരുന്നു. എൻ വാസുവാണ് യഥാർത്ഥത്തിൽ സ്വർണ്ണ കൊള്ളയുടെ കിങ് പിൻ എന്ന് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ പറയാൻ കഴിയും. ഇവിടെ എൻ വാസുവിനെയായിരുന്നു യഥാർത്ഥത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നതെങ്കിൽ നീട്ടി കൊണ്ടുപോവുകയായിരുന്നു. ആദ്യം പോറ്റിയെ, പിന്നാലെ മുരാരിയെ, പിന്നാലെ സുധീഷ് കുമാറിനെ, KS ബൈജുവിനെ, അങ്ങനെ നീണ്ടൊടുവിലാണ് എൻ വാസുവിലേക്ക് എത്തിയത്. എൻ വാസുവാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ. എൻ വാസുവാണ് അന്ന് ഉത്തരവിറക്കിയത്. എൻ വാസുവിനാണ് പോറ്റി മെയിലയച്ചത് ബാക്കിയുള്ള സ്വർണം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ കൃത്യമായ ഗൂഢാലോചന നടത്തി. ഇപ്പോൾ മനസ്സിലാകുന്നു സുജിയ, ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന തട്ടിപ്പുകാരൻ ഒരിടനിലക്കാരനായിരുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള ഉദ്യോഗസ്ഥരും പോറ്റിയും ഒരുപക്ഷെ താഴത്തെ തട്ടിലാണ് എന്നുള്ളതാണ് എൻ വാസുവിന്റെ അറസ്റ്റിലൂടെ മനസ്സിലാകുന്നത്. എൻ വാസുവിനെ പോലെ ഭരണസമിതിയെ നിയന്ത്രിച്ചിരുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ ആകെ നയിച്ചിരുന്നവരാണ് ഇതിൽ കോൺസ്പിറസി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എൻ വാസുവിന്റെ അറസ്റ്റ് അത് ഈ കേസിൽ ഏറ്റവും നിർണായകമാണ്. ഇനി ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്ത വാസുവിനെ കൊണ്ട് എങ്ങനെ കാര്യങ്ങൾ പറയിപ്പിക്കും എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. സർക്കാർ ഒരു തരത്തിലുള്ള ഇടപെടലും അന്വേഷണത്തിൽ നടത്തുന്നില്ല എന്ന് പറയുമ്പോഴും എന്തിനാണ് എൻ വാസുവിന്റെ അറസ്റ്റ് ഇത്രയും നീട്ടിവെച്ചത് എന്നുള്ള ചോദ്യം ഏറ്റവും പ്രധാനമാണ്. തുടക്കം മുതൽ തന്നെ വാസു പുറത്തിറക്കിയ ഉത്തരവുണ്ടായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ. സ്വർണം പൊതിഞ്ഞത് ചെമ്പായിട്ടും എന്തുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം അന്ന് തൊടാതിരുന്നത് എന്ന ചോദ്യം ഏറ്റവും പ്രധാനമായിരുന്നു. തുടക്കം മുതൽ തന്നെ ആദ്യത്തെ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുമ്പോഴും രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുമ്പോഴും ഹൈക്കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നുമല്ല എന്നുള്ളത്. ഭരണസമിതിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് വരികൾക്കിടയിലൂടെ വ്യക്തമാക്കി ഹൈക്കോടതി പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇത്രയേറെ എവിഡൻസ് ഉള്ള അതാണ് പല ചോദ്യങ്ങളും അവിടെ കൃത്യമായി നിൽക്കുകയാണ് വാസുവിന് നേരെ.